കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നതിനായി പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാക്കി വ്യാപിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഭാവിയിൽ കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നതിനും പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും എയർലി സ്കാനിംഗ് മെഷീനുകളുടെ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കൂടാതെ 35,000-ഓളം ഭിന്നശേഷി കുട്ടികൾക്ക് സർക്കാർ സാമൂഹിക പുനരധിവാസം ഒരുക്കിയെന്നും ഭ്രൂണാവസ്ഥയിൽ തന്നെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റീജിയണൽ എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ആൻഡ് ഓട്ടിസം സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 35,000 ഭിന്നശേഷി മക്കൾക്ക് അവരുടെ സാമൂഹ്യ പുനരധിവാസ പ്രക്രിയയിൽ വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഈ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളും ഓട്ടിസം സെൻ്ററുകളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഭിന്നശേഷി മേഖലയിൽ സാമൂഹ്യനീതി വകുപ്പിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഭിന്നശേഷിത്വം നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വളരെയധികം സഹായകരമായ കേന്ദ്രങ്ങളാണ് റീജിയണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ്. അവയുടെ കൂടുതൽ കാര്യക്ഷമമായ മുന്നോട്ട് പോക്കിന് നമുക്ക് കൈകോർത്ത് പിടിക്കാം. അതുപോലെ തടസ്സരഹിത ജീവിതം നയിക്കാൻ, സ്വയം പര്യാപ്ത ജീവിതം നയിക്കാൻ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ADM ആശാ C എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് T സജിത്, വാർഡ് അംഗം സുനിത പ്രദീപ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. എച്ച് സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെന്ററിൽ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. ജനന വികാസ വൈകല്യങ്ങൾ, കാഴ്ച ശ്രവണ വൈകല്യങ്ങൾ, ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, പഠന സംസാര വൈകല്യങ്ങൾ തുടങ്ങി നിരവധി കുട്ടികൾക്ക് ശാസ്ത്രീയ ചികിത്സയും മതിയായ പരിചരണവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെന്ററിൻ്റെ പ്രവർത്തനം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലെ സാമൂഹ്യ സുരക്ഷാ അനുയാത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. ആലപ്പുഴ ഉൾപ്പെടെ 5 മെഡിക്കൽ കോളേജിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ചക്കുളത്ത് കാവിലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ക്ഷേത്രത്തിന് 70 കിലോമീറ്റർ ചുറ്റളവിലായി നിരന്നത് ലക്ഷക്കണക്കിന് പൊങ്കാലക്കലങ്ങൾ. തകഴി, തിരുവല്ല, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, പന്തളം, എടത്വ, മുട്ടാർ, നീരേറ്റുപുറം, കിടങ്ങറ, പൊടിയാടി, മാന്നാർ, മാവേലിക്കര, എടത്വ, ഹരിപ്പാട് എന്നീ പ്രധാന റോഡുകളിലും ഇടവഴികളിലുമായി പൊങ്കാല അടുപ്പുകൾ നേർന്നു. 3000-ഓളം ക്ഷേത്ര വോളണ്ടിയേഴ്സിൻ്റെയും 1000-ഓളം പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് ഉദ്യോഗസ്ഥർ പൊങ്കാല സ്ഥലങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്തിരുന്നു. തൃക്കാർത്തിക ദിനത്തിലെ പൊങ്കാലയുടെ പുണ്യം നുകരാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ ബുധനാഴ്ച മുതലേ ചക്കുളത്തുകാവിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. 3 ദിവസവും ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് ദേവിക്ക് നേദ്യം സമർപ്പിച്ചത്. പുലർച്ചെ 4-ന് നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9:30-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടന്നു. 10:30-ന് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി ദേവിയെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിച്ച് പൊങ്കാലപ്പണ്ടാര അടുപ്പിന് സമീപം എത്തിച്ചു. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കടാവിളക്കിൽ നിന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പകർന്ന ദീപം പണ്ടാരപ്പൊങ്കാല അടുപ്പിലേക്ക് പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. പണ്ടാരപ്പൊങ്കാല അടുപ്പിൽ നിന്ന് ഭക്തർ നേദ്യ അടുപ്പിലേക്ക് തീ പകർത്തി. ഇതോടെ പ്രദേശം യാഗഭൂമിയായി മാറി. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭക്തജന സംഗമം രാധിക സുരേഷ് ഗോപിയും ഗോകുൽ സുരേഷ് ഗോപിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ റജി ചെറിയാൻ മുഖ്യാതിഥ്യം വഹിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ, രമേശ് ഇളമൺ നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു. നിവേദ്യം പാകപ്പെടുത്തിയതിനു ശേഷം 500-ൽ പരം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിച്ചു.
പൊങ്കാല നേദ്യത്തിന് ശേഷം പ്രസിദ്ധമായ ദിവ്യാഭിഷേകവും ഉച്ചദീപാരാധനയും നടന്നു. പൂവം കൈപ്പുഴാക്കൽ പാടശേഖരം മടവീണു. 270 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായും നശിച്ചു. മടയടയ്ക്കുവാൻ കർഷകർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പായിപ്പാട് പെരിങ്ങര കൃഷിഭവനുകളായി വ്യാപിച്ചു കിടക്കുന്ന കൈപ്പുഴാക്കൽ പാടശേഖരത്തെ വിത കഴിഞ്ഞിട്ട് 22 ദിവസം കഴിഞ്ഞു. ഒന്നാം വളം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തിയായ പാടശേഖരമാണ് വെള്ളിയാഴ്ച മടവീണത്. മടവീഴ്ച മൂലം കർഷകർക്ക് കടുത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മടകുത്താൻ മാത്രം 2 ലക്ഷം രൂപയോളം ചിലവ് വരും. വിത്തിന് വേറെ പണം കണ്ടെത്തണം. അടിയന്തരമായി മടകുത്തി കൃഷി പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മടവീഴ്ചയുണ്ടായ പൂവം കൈപ്പുഴാക്കൽ പാടശേഖരത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകി കൃഷി പുനരാരംഭിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി കൈപ്പുഴാക്കൽ പാടശേഖരം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പായിപ്പാട് കൃഷിഭവൻ്റെയും പെരിങ്ങര കൃഷിഭവൻ്റെയും പരിധിയിൽ വരുന്ന ഈ പാടശേഖരം 21 ദിവസമായി കൃഷി ഇറക്കിയിട്ടുള്ളൂ. ആ പ്രദേശമാണ് ഇപ്പോൾ മുഴുവനായും വെള്ളം കയറി പോയിരിക്കുന്നത്. കർഷകർ നോക്കിയിട്ടും ഈ മട അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടാകണം. ഇവർക്ക് വിത്ത് ലഭിക്കുന്നതിനുള്ള സാഹചര്യം മട അടയ്ക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള മടവീഴ്ചയ്ക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള പണം ഗവൺമെൻറ് അടിയന്തരമായി അനുവദിക്കണം. ഈ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മട വീണ പാടശേഖരങ്ങൾക്കൊന്നും ഇതുവരെയായിട്ടും ഗവൺമെൻറ് പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുൻഗണനാക്രമത്തോടുകൂടി കഴിയണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ കരുതി റവന്യൂ വകുപ്പും ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം മടവീണ അപ്പർ കുട്ടനാട്ടിലെ ഒരു പാടശേഖരത്തും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെൽകർഷക സംരക്ഷണ സമിതി അംഗങ്ങളായ സാം ഈപ്പൺ, PP സേവ്യർ, ജോയി അടിവാക്കൽ, ഓമനക്കുട്ടൻ, വിനോദ് കോവൂർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. വൈദ്യുത ചാർജ് വർധനവിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പന്തം കൊളുത്തി നടത്തിയ നൈറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകർ വ്യാപാര ഭവനിൽ നിന്നും KSEB ഓഫീസിലേക്ക് പന്തങ്ങളുമായി നൈറ്റ് മാർച്ച് നടത്തി. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാംസൺ വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോൺസൺ ജോസഫ് പ്ലാന്തോട്ടം, ജോബ് മാത്യു കൊല്ലമന, സതീഷ് വലിയവീടൻ, ബിജു ആന്റണി കയ്യാലപ്പറമ്പിൽ, സണ്ണി നെടിയകാലപ്പറമ്പിൽ, ഡെന്നി ജോൺ മാറാട്ടുകളം തുടങ്ങിയവർ സംസാരിച്ചു. കെടുകാര്യസ്ഥതയുടെ മറുപേരായി മാറിയിരിക്കുന്ന ഈ വെള്ളാന എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ട KSEBയുടെ ഈ കുത്തൊഴിഞ്ഞ നടപടികളുടെ എല്ലാത്തിൻ്റെയും ദുരന്ത ഫലം അനുഭവിക്കുവാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വൈദ്യുതി ചാർജ് നൽകേണ്ടി വരുന്ന സാമാന്യ ജനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണം, മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ റിന്യൂവബിൾ എനർജി, ഒരു വാട്ട് വൈദ്യുതിക്ക് വെറും ചില്ലറ പൈസ പോലും ചെലവഴിക്കേണ്ടി വരാത്ത ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ദുര്യോഗം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വരുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭാ കേരളോത്സവം ഡിസംബർ 14, 15 തീയതികളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ. പരിപാടികളുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിയും സബ് കമ്മിറ്റികളും രൂപീകരിച്ചതായും കൃഷ്ണകുമാരി രാജശേഖരൻ. പലവിധ കാരണങ്ങളാൽ ഈ രംഗത്തൊക്കെ കഴിവുണ്ടെങ്കിലും അവരുടെ വിദ്യാഭ്യാസം തന്നെ ഏതെങ്കിലും കാരണത്താൽ നിലച്ചു പോവുക,
നിലച്ചു പോകുമ്പോൾ പിന്നീട് അവർക്ക് തുടർ വിദ്യാഭ്യാസം ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ജീവിതവുമായി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലുമൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ അവർക്ക് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതെ വരികയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളോത്സവം എന്ന പരിപാടി കേരള സർക്കാർ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെയുള്ള ആളുകൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക് ഇതുപോലുള്ള മേഖലകളിലേക്ക് കടന്നു വരുവാനും അവരുടെ സർഗവാസനകളെ അവിടെ അവതരിപ്പിക്കപ്പെടുവാനും ഒക്കെയുള്ള ഒരവസരമാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിലേക്ക് വിപുലവും വർണ്ണാഭവുമായ വിളംബര ജാഥ ആരംഭിക്കും. തുടർന്ന് പ്രധാന വേദിയായ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷത വഹിക്കും. കലാമത്സരങ്ങൾ ശ്രീമതി മീനാക്ഷിയും കായിക മത്സരങ്ങൾ സുമി സിറിയക്കും ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ മാത്യൂസ് ജോർജ്, ടെസ വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും. മത്സരങ്ങൾക്കായി 3 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. നൃത്ത ഇനങ്ങൾ കോൺഫറൻസ് ഹാളിലെ 1-ാം നമ്പർ വേദിയിലും ചിത്രരചന, കഥാരചന ഇനങ്ങൾ നഗരസഭ ലൈബ്രറി ഹാളിലെ 2-ാം നമ്പർ വേദിയിലും പ്രസംഗ ഇനങ്ങൾ കൗൺസിലേഴ്സ് ഹാളിലെ 3-ാം നമ്പർ വേദിയിലുമാകും നടക്കുക. കായിക ഇനങ്ങൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഫുട്ബോൾ SB കോളേജ് ഗ്രൗണ്ടിലും ക്രിക്കറ്റ് SB കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഷട്ടിൽ, ബാഡ്മിൻ്റൺ ഇനങ്ങൾ ഫാത്തിമ വെൽഫെയർ ലീഗ് ടർഫിലും നടത്തപ്പെടും. 15 മുതൽ 40 വയസ്സിനിടയിൽ പ്രായമുള്ള എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഭൂരിഭാഗവും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായതിനാൽ അവരുടെ അധ്യയനം നഷ്ടപ്പെടാത്ത രീതിയിൽ 2-ാം ശനി, ഞായർ എന്നീ അവധി ദിനങ്ങളിലാണ് കേരളോത്സവം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ വർഗീസ്, കൗൺസിലർമാരായ എൽസമ്മ ജോബ്, രാജു ചാക്കോ, ബാബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിൽ സജ്ജമാക്കുന്ന ആധുനിക പ്രീ പ്രൈമറി നഴ്സറി സ്കൂളിന്റെ വണ്ടർ ബീഡ്സ് ലോഗോ പ്രകാശനം ചെയ്തു. തലവടി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ K. സന്തോഷ്, പ്രോജക്ട് കൺവീനർ GB ഈപ്പന് നൽകിയാണ് ചടങ്ങ് നിർവഹിച്ചത്. A small step for man, but a giant leap for mankind എന്നാണ്. നീൽ ആംസ്ട്രോങ് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാൽവെപ്പായിരുന്നു. പക്ഷേ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ഈ വിദ്യാലയത്തിൽ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടർ ബീഡ്സ്, ആ പേര് തന്നെ ആരെ സെലക്ട് ചെയ്തതായാലും അതൊരു മനോഹരമായ പേരാണ്. അതിനൊരു പ്രത്യേക അഭിനന്ദനം നൽകുന്നു. അതിൻ്റെ കാരണം ഈ വണ്ടറിൽ തുടങ്ങുന്നത് എല്ലാത്തിനും വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കുഞ്ഞു മക്കളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഇവിടെ ഉണ്ടായ തീരുമാനം വളരെയധികം അഭിനന്ദനമാണ്. അതിൻ്റെ മുൻനിരയിൽ നിന്ന് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടും പ്രസിഡൻ്റായിട്ടും പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള അച്ഛനുണ്ട്. തലവടി CMS ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് അത്യാധുനിക പ്രീ പ്രൈമറി നഴ്സറി സ്കൂൾ സജ്ജമാക്കുന്നത്. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് റവറൻ മാത്യു ജിലോനൈനാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോൺസൺ V. ഇടിക്കുള, പ്രഥമ അധ്യാപകൻ റജിൽ സാം മാത്യു, ജേക്കബ് ചെറിയാൻ, ടോം ഫ്രാൻസിസ്, റോബി തോമസ്, അനിൽ കുര്യൻ എന്നിവർ സംസാരിച്ചു. വണ്ടർ ബീഡ്സിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ 26-ന് CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് K. ഉമ്മൻ നിർവഹിക്കും. പുളിങ്കുന്ന് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ചതുർത്ഥ്യാഗിരി PWD റോഡിൽ ബിനോബ നഗറിൽ നിന്നും മങ്കൊമ്പ് കടത്തുകടവ് വരെയുള്ള റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. ബിനോബ നഗർ മുതൽ മങ്കൊമ്പ് സെന്റ് പയസ് ചർച്ച് വരെ 600 മീറ്ററോളം ഭാഗത്തെ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞതിനാൽ കാൽനട യാത്ര പോലും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. മങ്കൊമ്പ് ദേവീക്ഷേത്രം, ഔട്ടംതിരുനാൾ LP സ്കൂൾ, ഔട്ടംതിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂൾ, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, AC റോഡിലേക്ക് പോകേണ്ട യാത്രക്കാർ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ ദിനംപ്രതി സഞ്ചരിക്കുന്ന റോഡാണിത്. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ റോഡ് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ വഴിയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്റ് പയസ് ചർച്ച് പള്ളി, അതുപോലെ തന്നെ മങ്കൊമ്പ് ഔട്ടംതിരുനാൾ സ്കൂള്, LP സ്കൂള്,
ഈ ഭാഗങ്ങളിലേക്കെല്ലാം ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന വഴിയാണ്. ഈ അവസ്ഥ കണ്ടാൽ ആരോടെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചേട്ടൻ അവിടെ എൻ്റെ ഒരു കട എനിക്കൊരു പലചരക്കടയാണ്. കടയിൽ നിന്ന് വന്ന് ഇന്നലെ ഒരു വൈകുന്നേരം 7 മണിയൊക്കെയാണ് മറിഞ്ഞ് അവിടെ വീണ് കടയിൽ വന്നിട്ട് ഒരാളുടെ കാല് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് മുട്ടും പൊട്ടി ആ അവസ്ഥയൊക്കെ നമുക്ക് കാണിച്ചത്. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ഒരു സൈക്കിള് ആ കുഴിക്കകത്ത് മറിഞ്ഞു വീണിട്ട് അവിടെ കല്ലിട്ട് പൊക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വെള്ളം കൂടിയപ്പം കുറച്ച് എന്തോ തരലോ മണ്ണോ എങ്ങാണ്ട് അരണ്ടുകൊണ്ടിട്ട് അത് ചിലപ്പോൾ അതേലെങ്ങാണ്ട് തലയടിച്ച് ചെറിയൊരു പരിക്കൊക്കെ പറ്റി. ഈ റോഡ് നാളുകളായി വളരെ ശോചനാവസ്ഥയിലാണ് കിടക്കുന്നത്. നമ്മുടെ ബിനാബാദ് നഗർ തൊട്ട് സെൻറ്റ് പൈസ് പള്ളി വരെ ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുക. ഇതേവരെ ഒരു കാരണവശാലും ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വളരെ ശോചനാവസ്ഥയിലാണ് ഈ റോഡിൻ്റെ കിടപ്പ്. പള്ളിയുണ്ട്, സ്കൂളുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നടന്നു പോകുന്ന ഒരു വഴിയാണ്. വഴിയെ എത്രയും വേഗം ഒന്ന് റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അടിയന്തരമായി റോഡ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയാണ് നാട്ടുകാർ. വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ടി മുരളി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഹാരിസ്, ശശികുമാർ ഹരിപ്പാട്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, PR സതീശൻ, അഡ്വക്കേറ്റ് EN ശാന്തിരാജ്, രക്ഷാധികാരി S സീതിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് നട്ടം തിരിയുന്ന ജനങ്ങളുടെ മേൽ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇങ്ങനെ കറണ്ട് ചാർജ് വർധനവ് അടിച്ചേൽപ്പിച്ചിരിക്കുക. കേരള ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം റോഡ് സൈഡുകളിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും ഹോൾഡിങ്ങുകളും നീക്കം ചെയ്ത് മാന്നാർ ഗ്രാമപഞ്ചായത്ത്. ബുധനാഴ്ച മാന്നാർ ടൗണിൽ പരുമല ജംഗ്ഷൻ മുതൽ തെക്കോട്ട് റോഡ് സൈഡിലുണ്ടായിരുന്ന അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബേബി ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരായ ആൽബിൻ, യശോധരൻ, സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബേബി ഫ്രാൻസിസ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും നിർദ്ദേശാനുസരണം നമ്മുടെ മാന്നാർ പഞ്ചായത്തിലെ വിശിഷ്യ മാന്നാർ ടൗണിലുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ ഹോർഡിങ്സും അതുപോലെ തന്നെ കൊടിതോരണങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരുന്നതാണ്. എല്ലാം നീക്കം ചെയ്തെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഈ പ്രക്രിയ അവസാനിപ്പിക്കുകയുള്ളൂ. മണലാടി ചെറുവള്ളിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല വെള്ളിയാഴ്ച നടന്നു. ക്ഷേത്രം മേൽശാന്തി കണ്ണൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര പരികർമ്മി VK മാധവൻ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ കാർത്തിക പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുത്തത്. തുടർന്ന് അന്നദാനവും നടന്നു. ചടങ്ങുകൾക്ക് സജീവ് രാജേന്ദ്രൻ, സുഭാഷ് പോളയിൽ, പ്രശാന്ത് KP ഭവനം, നരേന്ദ്രൻ മമ്പള്ളിത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7220 രൂപ, പവന് 57,760. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.